ടെക് ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. രാജ്യത്തെ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ റെക്കോർഡ് മുന്നേറ്റം. കയറ്റുമതി 1.55 ട്രില്യൺ രൂപയിലെത്തി. തുണയായത് PLI പദ്ധതിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യയിൽ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന PLI സ്കീമാണ് സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ വഴിത്തിരിവായത്. പിന്നാലെ ആപ്പിൾ, ഐഫോൺ അടക്കമുള്ള ബ്രാൻഡുകൾ ഇന്ത്യയിലെ സാഹചര്യം പരമാവധി മുതലെടുക്കാൻ രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മുതൽ ജനുവരി വരെയുള്ള കാലയളവിലാണ് റെക്കോർഡ് കയറ്റുമതി നടന്നത്. ജനുവരിയിലെ മാത്രം കയറ്റുമതി 250 ബില്യൺ രൂപയാണ്. ഇതാവട്ടെ എക്കാലത്തെയും ഉയർന്ന പ്രതിമാസ കയറ്റുമതിയുമാണ്. 2024 ജനുവരിയിലെ കയറ്റുമതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ 140% വർധന. ഇക്കാലത്ത് കയറ്റുമതിയുടെ ഏകദേശം 70% സംഭാവന ചെയ്തത് ആപ്പിൾ ഐഫോണിന്റെ തമിഴ്നാട് ഫാക്ടറിയാണ്. ഫോക്സ്കോണിന്റെ കയറ്റുമതിയിൽ 43% വർധനയാണ് രേഖപ്പെടുത്തിയത്. 2019 മുതലാണ് രാജ്യത്ത് സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ വർധന പ്രകടമായി തുടങ്ങിയത്. 2019-20 കാലത്ത് $290 കോടി സ്മാർട്ട് ഫോണുകൾ കയറ്റിയച്ചു. അന്ന് കയറ്റുമതി ഉൽപ്പന്നങ്ങളിൽ 14-ാം സ്ഥാനത്തായിരുന്നു സ്മാർട്ട് ഫോൺ. തൊട്ടടുത്ത വർഷം 9-ാം സ്ഥാനത്തായിരുന്നു. 2023-24 $1,560 കോടി കയറ്റുമതിയുമായി 4-ാം സ്ഥാനത്തേക്കും പിന്നാലെ 2-ാം സ്ഥാനത്തേക്കും എത്തുകയായിരുന്നു. ടെലികോം PLI പദ്ധതി ആരംഭിച്ച് 3 വർഷത്തിനുള്ളിൽ ഈ പദ്ധതി 3,400 കോടി രൂപയുടെ നിക്ഷേപമാണ് രാജ്യത്തെത്തിച്ചത്. ടെലികോം ഉപകരണ ഉൽപാദനം 50,000 കോടി രൂപയെന്ന നാഴികക്കല്ലും പിന്നിട്ടുവെന്ന് സർക്കാർ രേഖകളും വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ മൊബൈൽ ഇന്റർനെറ്റ് വേഗത്തെക്കുറിച്ചുള്ള പുതിയ കണക്കുമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഡൗൺലോഡിംഗ് വേഗത്തിൽ റിലയൻസ് ജിയോയും അപ്ലോഡിംഗ് വേഗതയിൽ ഭാരതി എയർടെല്ലും മുന്നിട്ട് നിൽക്കുന്നതായി കണക്കുകൾ പറയുന്നു. മൈസൂരു, ധരംശാല, ചെന്നൈ, കൊൽക്കത്ത, ചണ്ഡീഗഡ് എന്നീ തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിൽ ഉപയോക്താക്കൾക്ക് ലഭിക്കുന്ന ശരാശരി ഇന്റർനെറ്റ് വേഗത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചാണ് ട്രായ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ 5G നെറ്റ്വർക്കായ ജിയോയാണ് ഡൗൺലോഡിംഗ് വേഗത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. പ്രീമിയം 700 MHz ബാൻഡിന്റെ ആക്സസ് ഉള്ള ഏക ഇന്ത്യൻ ടെലികോം ഓപ്പറേറ്റർമാരാണ് റിലയൻസ് ജിയോ. മൈസൂരുവിൽ ജിയോയ്ക്ക് ശരാശരി 243.10 Mbps ഡൗൺലോഡിംഗ് വേഗമുള്ളതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. രണ്ടാമതുള്ള ഭാരത് എയർടെലിന് 164.44 Mbps വേഗമാണുള്ളത്. അതേസമയം അപ്ലോഡിംഗ് വേഗത്തിൽ എയർടെലിനാണ് മേധാവിത്വം. എയർടെലിന്റെ അപ്ലോഡിംഗ് വേഗത 37.76 Mbps ആണെങ്കിൽ രണ്ടാമതുള്ള ജിയോയുടേത് 25.14 Mbps ആണെന്നും ട്രായ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ജിയോ 5GSA നെറ്റ്വർക്കിലും എയർടെൽ 5G NSA നെറ്റ്വർക്കിലുമാണ് പ്രവർത്തിക്കുന്നത്. ഡൗൺലോഡിംഗ്, അപ്ലോഡിംഗ് വേഗതകളിൽ വോഡഫോൺ ഐഡിയയും BSNLും വളരെ പിന്നിലാണ്. 5G നെറ്റ്വർക്ക് ഇല്ലാത്തതാണ് VIക്കും BSNLനും തിരിച്ചടിയാവുന്നത്. BSNL രാജ്യവ്യാപകമായി 4G വിന്യാസം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉപയോക്താക്കൾക്കായി പുതിയ AI ഫീച്ചർ അവതരിപ്പിക്കാൻ ഗൂഗിൾ പേ. വോയിസ് കമാൻഡ് വഴി UPI പേയ്മെന്റുകൾ നടത്താൻ അനുവദിക്കുന്നതാണ് ഫീച്ചർ. ഉപയോക്താക്കൾക്ക് ആ ഫീച്ചർ ഉടൻ ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ട്. ഇടപാടുകൾക്കായി UPIയെ ആശ്രയിക്കുന്നവർക്ക് പുതിയ ഫീച്ചർ ഏറെ പ്രയോജനം ചെയ്യും. വോയിസ് ഫീച്ചർ ആപ്പ് വഴി ഡിജിറ്റൽ പേയ്മെന്റുകൾ എളുപ്പത്തിൽ നടത്താൻ കഴിയുമെന്ന് ഇന്ത്യയിലെ ഗൂഗിൾ പേയുടെ ലീഡ് പ്രൊഡക്ട് മാനേജർ ശരത് ബുലുസു പറഞ്ഞു. വോയിസ് കമാൻഡുകൾ അവതരിപ്പിക്കുന്നതോടെ നിരക്ഷരർക്ക് പോലും ഓൺലൈൻ പേയ്മെന്റുകൾ നടത്തുന്നത് എളുപ്പമാകും. പ്രാദേശിക ഭാഷകളിൽ പേയ്മെന്റുകൾ സുഗമമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഭാസിനി AI പദ്ധതിയിൽ ഗൂഗിൾ കേന്ദ്ര സർക്കാരുമായി കൈകോർത്ത് പ്രവർത്തിക്കുകയാണ്. അതിനാൽ ഈ വോയിസ് ഫീച്ചർ ഉടൻ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന സൈബർ തട്ടിപ്പുകളെ പ്രതിരോധിക്കുന്നതിന് ഗൂഗിൾ മെഷീൻ ലേണിംഗിലും AI സാങ്കേതിക വിദ്യകളിലും കൂടുതൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ ഫോൺപേയും ഗൂഗിൾ പേയുമാണ് UPI പേയ്മെന്റ് മേഖലയിൽ ആധിപത്യം പുലർത്തുന്നത്. 2024 നവംബറിലെ റിപ്പോർട്ട് അനുസരിച്ച് മൊത്തം UPI ഇടപാടുകളുടെ 37% ഗൂഗിൾ പേയിലൂടെയാണ് നടക്കുന്നത്. 47.8% ഫോൺപേ വഴിയും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വ്യോമയാന മേഖലയിൽ മത്സരം ഘടിപ്പിച്ച എയർ അറേബ്യയുടെ വമ്പൻ ഓഫർ സെയിലിന് തുടക്കം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് UAEയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ 5 ലക്ഷം സീറ്റുകളാണ് സൂപ്പർ സീറ്റ് സെയിൽ ഓഫറിലുള്ളത്. ഷാർജ ആസ്ഥാനമായ എയർ അറേബ്യ ഈ സാമ്പത്തിക വർഷത്തിലെ വിൽപ്പന വരുമാനം വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഓഫറിന് ആരംഭം കുറിച്ചത്. ഇന്നു മുതൽ മാർച്ച് 2 വരെയാണ് ഓഫർ ടിക്കറ്റുകളുടെ ബുക്കിംഗ്. സെപ്റ്റംബർ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 28 വരെ ഈ ടിക്കറ്റിൽ യാത്ര ചെയ്യാം. UAE വിമാനത്താവളങ്ങളിൽ നിന്ന് ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ 100 വിമാനത്താവളങ്ങളിലേക്കാണ് ഓഫർ ബാധകം. 129 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. വർഷാവസാനത്തെ ക്രിസ്മസ്, ന്യൂ ഇയർ ഉൾപ്പെടെയുള്ള ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിക്കുന്ന സീസണുകളിലേക്ക്
ഈ കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനാകുമെന്നത് യാത്രക്കാർക്ക് അവസരമാണ്. വിവിധ ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ഏഷ്യ, യൂറോപ്പ് മേഖലകളിലെ വിമാനത്താവളങ്ങളിലേക്കും ഓഫർ ബാധകമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രമുഖ ചൈനീസ് വാഹന നിർമ്മാതാക്കളായ BYDയുടെ പുതിയ ഇലക്ട്രിക് SUV വിപണിയിലേക്ക്. കഴിഞ്ഞ മാസം ഭാരത് മൊബിലിറ്റി ഷോയിൽ പ്രദർശിപ്പിച്ച സീലിയൻ 7 നാളെ വിപണിയിൽ അവതരിപ്പിക്കും. 86.56 kWh ബാറ്ററി പായ്ക്കുള്ള വാഹനത്തിന് ഒറ്റ ചാർജിൽ 567 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. 4.5 സെക്കൻഡിനുള്ളിൽ 0 നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുന്ന AWD വേരിയന്റിൽ ഒറ്റ ചാർജിൽ 542 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്നും കമ്പനി അവകാശപ്പെടുന്നു. മറ്റൊരു പ്രീമിയം വേരിയന്റായ RWD ഇതേ ബാറ്ററി പാക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും കുറഞ്ഞ പവർ ഔട്ട്പുട്ടാണ് പുറപ്പെടുവിക്കുന്നത്. നിരവധി സവിശേഷതകൾ നിറഞ്ഞ ഈ SUV 4 ഷെയ്ഡുകളിലാണ് ഉപഭോക്താക്കളിലെത്തുക. സീലിയൻ 7ന്റെ എക്സ് ഷോറൂം വില 45 ലക്ഷം രൂപയിൽ നിന്ന് ആരംഭിച്ച് 60 ലക്ഷം രൂപ വരെ ഉയരുമെന്നാണ് സൂചന. വാഹനത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 10.25 ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഹെഡ്സപ്പ് ഡിസ്പ്ലേ, മൾട്ടി കളർ ആംബിയന്റ് ലൈറ്റിംഗ്, 12 സ്പീക്കർ ഡൈനാഡിയോ സൗണ്ട് സിസ്റ്റം, കണക്റ്റഡ് കാർടെക്, NFC അധിഷ്ഠിത കാർ കീ, വെന്റിലേറ്റഡ് പവേർഡ് ഫ്രണ്ട് സീറ്റുകൾ, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ എന്നിവ പ്രധാന സവിശേഷതകളിൽ ഉൾപ്പെടുന്നു. 360 ഡിഗ്രി ക്യാമറ, 11 എയർ ബാഗുകൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, മഴ സെൻസിംഗ് വൈപ്പറുകൾ, ഓട്ടോ ഹോൾഡുള്ള ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ലെവൽ 2 ADAS എന്നിവ സുരക്ഷ ഉറപ്പാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.